ക്രിസ്തുവിന്റെ വലിയ നാമത്തിലുള്ള സ്നേഹവന്ദനം. ആദ്യമേ അറിയിക്കട്ടെ, കർത്താവിന്റെ ദാസനിലൂടെ എനിക്കും അല്ലെങ്കിൽ ഞങ്ങളുടെ സഭയ്ക്കുമൊക്കെ പകർന്നു തന്ന എല്ലാ നല്ല വാക്കുകൾക്കും ധൈര്യത്തിനുമായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. വളരെ വേഗത്തിൽ ഞങ്ങളുടെ സഭാ ഹാളിന്റെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സന്തോഷമുണ്ടെങ്കിൽ തന്നെയും ചില കാര്യങ്ങളിൽ ആശങ്കയുണ്ട്. ദൈവജനത്തിന്റെ പ്രാർത്ഥന ഓർപ്പിക്കും. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. കഴിഞ്ഞ ആഴ്ച ക്ലാസ്സിൽ എനിക്ക് കയറാൻ കഴിയാത്ത ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടായി. അത് ഈ പണിയോടുള്ള ബന്ധത്തിൽ തന്നെയാണ്. പ്രത്യേക ഞാൻ ഓർപ്പിക്കുന്നു, ക്ഷമാപണവും നടത്തുന്നു. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പാസ്റ്ററൽ എപ്പിസ്റ്റൽസ്, ഇതാണ് ഈ സെമസ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന അല്ലെങ്കിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം. കഴിഞ്ഞ ആഴ്ചകളിൽ അപ്പോസ്തലനായ തിമോത്തിയോസും തീത്തോസും തമ്മിലുള്ള സ്വഭാവത്തിന്റെ ഒരു വ്യത്യാസവും കർത്താവ് ഏൽപ്പിച്ച ഒരു നിയോഗം എന്താണെന്നും ശുശ്രൂഷ എന്താണെന്നും കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് ചിന്തിക്കുകയുണ്ടായി. തിമോത്തിയോസിനെ ദൈവം ഏൽപ്പിച്ചത് ഒരു മൃദുശീലനായ, ഇല്ലെങ്കിൽ ഒരു എന്താ പറഞ്ഞ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ബിഹേവിയർ ഉള്ള ഒരു മനുഷ്യനാണ് തിമോത്തിയോസ് എന്ന് നമ്മൾ കണ്ടു. അപ്പോൾ തന്നെ ഉപദേശപരമായ കാര്യത്തിൽ കാർക്കശിക നിലപാടെടുക്കുന്ന ഒരു അപ്പോസ്റ്റലാണെന്നും തിമോത്തിയോസിനെ പറ്റി നമുക്ക് കാണാനിടയായി. എന്നാൽ തീത്തോസ് വളരെ വ്യത്യസ്തനായ ഒരു സ്വഭാവക്കാരനാണ്. ഒരു ഹാർഡായിട്ടുള്ള, ഇല്ലെങ്കിൽ കർശന നടപടികൾ സ്വീകരിക്കുന്നതിൽ താൻ ഒട്ടും പുറകോട്ടല്ല എന്ന് തെളിയിച്ച ഒരു അപ്പോസ്റ്റലനാണ് ടൈറ്റസ്. അപ്പോൾ തന്നെ ധാർമ്മികമായ, സഭയുടെ ധാർമ്മികമായ മൂല്യച്യുതിയിൽ നഷ്ടപ്പെടാതെ ധാർമ്മിക ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത ഒരു അപ്പോസ്റ്റലാണ് തീത്തോസ് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുകയുണ്ടായി. ഈ ക്ലാസ്സിൽ എന്തുകൊണ്ടാണ് ഈ പാസ്റ്ററൽ തിയോളജി, ഈ പഠനം ഇത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നത് എന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയുവാനാണ് താല്പര്യപ്പെടുന്നത്. ഞാൻ കർത്താവിന്റെ ദാസൻ പറഞ്ഞ പോലെ ഇന്നും ശക്കലം ഞാൻ തിരക്കിട്ട ഒരു ക്ലാസ് തന്നെ ആയിരിക്കും. ദയവായി ആ ഒരു കാര്യത്തിലും കൂടെ സഹകരിക്കണം. ഞാൻ ഈ അടുത്ത ആഴ്ചകളിലൊക്കെ എനിക്ക് കുഴപ്പമില്ലായിരിക്കും. ഇന്നും കൂടെ മാത്രം ദൈവജനം അല്ലെങ്കിൽ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നവർ ഒന്ന് സഹകരിക്കണമേ എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. ഒന്നാമത്തെ കാരണം ഹിസ്റ്റോറിക്കൽ റീസൺ, ചരിത്രപരമായ കാരണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ വേദശാസ്ത്ര ശാഖ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഈ അപ്പോസ്തലനായ പൗലോസിന്റെ ലേഖനങ്ങൾ തന്നെയാണ് തിമോത്തിയോസും തീത്തോസും. ഇപ്പോൾ തൻ്റെ അല്ലെങ്കിൽ അപ്പോസ്തല പ്രവൃത്തി പഠിച്ചതും ആയതുകൊണ്ട് തന്നെ 4 പ്രധാനപ്പെട്ട മിഷണറി യാത്രകൾ നമ്മൾ പഠിച്ചവരാണല്ലോ. എന്നാൽ ആ സമയത്ത് തന്നെ തൻ്റെ അപ്പോസ്തലനായ പൗലോസിന്റെ ശുശ്രൂഷ കാലഘട്ടങ്ങളിൽ എഴുതിയ ഒരു ലേഖനങ്ങളാണ് തിമോത്തിയോസും ടൈറ്റസും. അപ്പോൾ തന്നെ അപ്പോസ്തലനായ പൗലോസിന്റെ കൂടെ ശുശ്രൂഷ ചെയ്ത് അവരുടെ സന്തത സഹചാരികളായി ഇരുന്ന വ്യക്തിത്വങ്ങളായതുകൊണ്ടും ചരിത്രത്തിന്റെ ഏടുകളിൽ നിന്ന് ഇവരെ അടർത്തി വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ അടർത്തി മാറ്റിക്കൊണ്ട് പഠനം നമുക്ക് സാധ്യമാകത്തില്ല. അതുകൊണ്ട് തന്നെ അപ്പോസ്തലനായ പൗലോസിന്റെ കൂടെ നടന്ന കമ്പാനിയൻ അവർക്ക് കൊടുക്കുന്ന ഒരു വ്യക്തിപരമായ ശുശ്രൂഷയിൽ അവരെ നിലനിർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ലേഖനങ്ങളായതുകൊണ്ട് തന്നെ ഈ ലേഖനങ്ങൾ നമുക്ക് ആധികാരികമായി പഠിക്കേണ്ടതുണ്ട്. അതില് ഒന്നാമത് ദ ഓതർഷിപ്പ് ഓഫ് അപ്പോസ്റ്റൽ പോൾ. അപ്പോസ്തലനായ പൗലോസിന്റെ ഈ അദ്ദേഹത്തിന്റെ ഓതർഷിപ്പ്, അദ്ദേഹം എഴുതിയതാണെന്നുള്ളതിന്റെ തെളിവ്. അപ്പോസ്തലനായ ഇത് ഏത് കാലഘട്ടത്തിലാണ്? ഫിലിപ്പിയ ലേഖനം എടുക്കാമോ? ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 23-ാം വാക്യം ഒന്ന് വായിക്കുമ്പോൾ, ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 24-ാം വാക്യം വായിക്കുമ്പോൾ, ഞാനും വേഗം വരുമെന്ന് കർത്താവിൽ
ആശ്രയിച്ചിരിക്കുന്നു. അതിന്റെ മുകളിലോട്ടുള്ള ഭാഗം 19-ാം അധ്യായം. എന്നാൽ നിങ്ങളുടെ വസ്തുത അറിഞ്ഞിട്ട് എനിക്ക് മനം ആ തണുക്കേണ്ടതിന് തീമോഥെയോസിനെ വേഗത്തിൽ അങ്ങോട്ട് അയക്കാം എന്ന് കർത്താവായ യേശുവിൽ ഞാൻ ആശ്വസിക്കുന്നു. നിങ്ങളെ ആ സംബന്ധിച്ച് പരമാർത്ഥമായി കരുതുവാൻ തുല്യചിത്തനായി എനിക്ക് മറ്റാരുമില്ല. യേശു ക്രിസ്തുവിന്റെ കാര്യമല്ല, സ്വന്തം കാര്യമത്രേ എല്ലാവരും നോക്കുന്നു. അവനോ മകന് അപ്പൻ ചെയ്യുന്നത് പോലെ എന്നോട് കൂടെ സുവിശേഷ ഘോഷണത്തിൽ സേവ ചെയ്ത് എന്നുള്ള അവന്റെ സിദ്ധത നിങ്ങൾ അറിയുന്നുവല്ലോ. ആകയാൽ എന്റെ കാര്യം എങ്ങനെയാകും എന്നറിഞ്ഞ ഉടനെ ഞാൻ അവനെ അയക്കാം എന്ന് ആശിക്കുന്നു. ഞാനും വേഗം വരും എന്ന് കർത്താവിൽ ആശ്രയിച്ചിരിക്കുന്നു. പൗലോസ് തീർച്ചയായിട്ടും ഒരു സേഫ് ആയിട്ടുള്ള സ്ഥലത്തല്ല. കാരണം പൗലോസ് വീട്ടു തടങ്കലിൽ തന്നെയാണ് എന്ന് നമുക്ക് ഈ ഭാഗത്തിൽ മനസ്സിലാക്കുന്നത്. താൻ ഹൗസ് അറസ്റ്റിലാണ്. ഫിലോമോൻ ലേഖനം 22-ാം വാക്യം വായിക്കുമ്പോൾ, ഫിലേമോന്റെ ലേഖനം 22-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഒരു വാക്യം ശ്രദ്ധേയമാണ്. ഇതല്ലാതെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞാൻ നിങ്ങൾക്ക് നൽകപ്പെടും എന്ന് പ്രത്യാശ ഉണ്ടാകൊണ്ട് നൽകപ്പെടും ഞാൻ നിങ്ങൾക്ക് നൽകപ്പെടും എന്ന പ്രത്യാശ ഉണ്ടാകൊണ്ട് എനിക്ക് പാർപ്പിടം ഒരുക്കി കൊള്ളുക. സോ പൗലോസ് ഇപ്പോൾ ഒരു മൈൽഡ് ഹൗസ് അറസ്റ്റിലാണ്. എന്ന് പറഞ്ഞാൽ സാമാന്യം പൗലോസിന് വീട്ടിൽ എഴുത്തും ഒക്കെ നടക്കും എങ്കിൽ അദ്ദേഹത്തിന് ആ വീട്ടിൽ നിന്ന്, ഇല്ലെങ്കിൽ ആ ഹൗസ് അറസ്റ്റിൽ നിന്ന് വെളിയിലേക്ക് പോകാൻ കഴിയത്തില്ലാത്ത ഒരു പ്രത്യേക അന്തരീക്ഷത്തിലാണ് പൗലോസ്. എന്നാൽ പൗലോസിന് തീർച്ചയായിട്ടും ഒരു കാര്യം അറിയാം. തന്റെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗവർണർ ഫെസ്റ്റസ് അദ്ദേഹത്തിന് ഒരു റിലീസ് കൊടുക്കുവാനുള്ള സാധ്യതയുണ്ട്. അത് താൻ ആഗ്രഹിച്ച് തന്നെയാണ് പൗലോസ് ഇപ്പോൾ ഈ വീട്ടു തടങ്കലിലായിരിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 26-ന്റെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, അവനെ വിട്ടയപ്പാൻ അതിന്റെ മേലിലുള്ള ഈ മനുഷ്യൻ മരണത്തിനോ ചങ്ങലയ്ക്കോ യോഗ്യമായതൊന്നും ചെയ്തിട്ടില്ല എന്ന് തമ്മിൽ പറഞ്ഞു. കൈസരെ അഭയം ചൊല്ലിയിരുന്നെങ്കിൽ അവനെ വിട്ടയപ്പാൻ കഴിയുമായിരുന്നു എന്ന് അഗ്രിപ്പാവ് ഫെസ്റ്റസിനോട് പറഞ്ഞു. സോ ഇവരെ കൊണ്ടിപ്പോൾ ചെയ്യാൻ കഴിയത്തില്ല. പൗലോസ് ഒരു റോമൻ സിറ്റിസൺ ആയതുകൊണ്ട് റോമ ഗവൺമെന്റിന്റെ അധിപതിയായ സീസറിന് ഒരു റിലീസിംഗ് ലെറ്റർ പൗലോസ് തന്നെ എഴുതിയെങ്കിൽ മാത്രമേ ഉള്ളൂ. ആ എഴുത്തിൽ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കാനുള്ള ഒരു അധികാരം മാത്രമേ ഉള്ളൂ അഗ്രിപ്പാവിനുള്ളൂ. അതുകൊണ്ടാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് പൗലോസ് തന്നെ ഒരു അപ്പീൽ പോയി, എനിക്ക് എൻ്റെ കേസ് നടത്തേണ്ടത് സീസറാണെന്ന് അല്ലെങ്കിൽ കൈസറാണെന്ന് പൗലോസ് ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇയാൾ മരണത്തിന് യോഗ്യനല്ല, ഞാൻ ഇയാളെ താൽക്കാലികമായി റിലീസ് ചെയ്തുകൊണ്ട് കൈസർക്ക് അദ്ദേഹത്തെ വിട്ടയക്കാം എന്നാണ് പറയുന്നത്. ഒരു ഉദാഹരണത്തിന് ഇത്രേ ഉള്ളൂ. സബ് ജയിലിൽ കിടക്കുന്ന ഒരു പ്രതി അദ്ദേഹം തന്റെ ട്രയൽ ഫിനിഷ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഈ കേസ് അപ്പീൽ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയിലേക്ക് ഒരു അപ്പീൽ കൊടുക്കുമ്പോൾ ആ ലഭിക്കുന്ന ഒരു ടൈം പീരീഡ് സബ് കോടതി ഇദ്ദേഹത്തെ അപ്പീലിലേക്ക് വിടും. അപ്പോൾ ഒരു 3 months 6 months ഒരു ടൈം പീരീഡ് ഇദ്ദേഹത്തിന് ലഭിക്കും. ഇത് തന്നെയാണ് പൗലോസിനോട് പറയുന്നത്. ആ ടൈം പീരീഡ് പൗലോസിന് കൊടുക്കാൻ അഗ്രിപ്പാവിന് താല്പര്യമുണ്ട്. അപ്പോൾ അത് ലഭിക്കുന്ന സമയത്ത് പൗലോസ് തന്നെ പറയുകയാണ്, ഞാൻ നിങ്ങളെ വന്ന് കാണും. ആ ചെറിയ ടൈം പീരീഡ് ഞാൻ നിങ്ങളെ വന്ന് കാണും. പക്ഷെങ്കിൽ പൗലോസിന്റെ കൂടെ ഉണ്ടായിരുന്ന പലരും തന്നെ വിട്ടു പോയെന്നുള്ള ആശങ്കയും പൗലോസ് പങ്കുവെക്കുന്നുണ്ട്. ഉദാഹരണത്തിന് കൊലോസ്യ ലേഖനം 4-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുകയാണ്, ദേമാസ് എന്നെ വിട്ടുപോയി. ഞാനിത് പറയുമ്പോൾ ഓർത്തോണം, ഫിലിപ്പിയർ, കൊലോസ്യർ, എഫേസ്യർ, ഫിലേമോന്റെ ലേഖനങ്ങൾ, ഈ 4 ലേഖനങ്ങൾ നമ്മൾ പഠിച്ചതാണ്. അത് പ്രസന്റ് എപ്പിസൽസ് ആണ്. കാരാഗ്രഹത്തിൽ ഇരുന്നു കൊണ്ട് എഴുതിയ ലേഖനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ 4 ലേഖനങ്ങൾ പറയുമ്പോൾ മനസ്സിലാക്കുക, പൗലോസ് വെളിയിൽ വരാൻ ആശിക്കുന്നു, ദേമാസ് എന്നെ വിട്ടു പോയെന്ന് പറയുന്നു. ഇതൊക്കെ പറയുന്നത് കാരാഗ്രഹത്തിൽ ഇരുന്നു കൊണ്ട് തന്നെയാണ്. 4-14 വായിക്കുമ്പോൾ, വൈദ്യനായ പ്രിയ ലൂക്കോസും ദേമാസും നിങ്ങളെ വന്ദനം ചെയ്യുന്നു. പിന്നെ പക്ഷെങ്കില് ചില നാളുകൾക്ക് ശേഷം
ദേമാസ് തന്നെ വിട്ടു പോയി എന്ന് പൗലോസ് പറയുകയാണ്. അതിന് 2 തിമോത്തിയോസ് 2-ാം അധ്യായം അതിന്റെ 2 തിമോത്തിയോസ് 4-ാം അധ്യായം 6-ാം വാക്യം വായിക്കുമ്പോൾ, ഞാനോ ഇപ്പോൾ പാനീയമായി ഒഴുക്കപ്പെടുന്നു. 9-ാം വാക്യം, വേഗത്തിൽ എന്നെ അടുക്കൽ വരുവാൻ ഉത്സാഹിക്ക, ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ച് ലോക സ്നേഹത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തെസലോനിക്കയിലേക്ക് പോയി എന്ന് പൗലോസ് പറയാണ്. അപ്പോൾ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. പൗലോസ് കാരാഗ്രഹത്തിൽ ഇരിക്കുമ്പോഴും മറ്റുള്ള സഭകളെ ഉത്തരവാദിത്തം ഏൽപ്പിക്കുക എന്നുള്ളത്, അത് തിമോത്തിയോസിലേക്ക് പൗലോസിന്റെ ഒരു വിരൽ ചൂണ്ടുകയാണ്. തിമോത്തിയോസിലേക്ക് ആ ഒരു ഭാരം പതുക്കെ ഭരമേൽപ്പിക്കാൻ പൗലോസ് ആഗ്രഹിക്കുകയാണ്. ഇപ്പൊ നമ്മൾ വായിച്ച 2 തിമോത്തിയോസ് നമ്മൾ 6-ാം വാക്യം വായിച്ചില്ലേ, ഞാനോ ഇപ്പോൾ പാനീയ യാഗമായി ഒഴിക്കപ്പെടുന്നു. 10-ാം വാക്യത്തിൽ പറയുകയാണ്, ദേമാസ് എന്നെ വിട്ടുപോയി. 11-ൽ പറയുന്നൊരു ലൂക്കോസ് മാത്രമേ എന്നോടുകൂടെ ഉള്ളൂ, മർക്കോസ് എനിക്ക് ശുശ്രൂഷയ്ക്കായി ഉപയോഗമുള്ളവൻ ആകയാൽ അവനെ കൂട്ടിക്കൊണ്ടുവരിക. അടുത്തത് തിഹിക്കോസിനെ ഞാൻ എഫസോസിലേക്ക് അയച്ചിരിക്കുന്നു. ഞാൻ ത്രോവാസിൽ കർപ്പൂസിന്റെ പക്കൽ വെച്ചേച്ച് പോന്ന പുതപ്പും പുസ്തകവും വിശേഷാൽ ചർമ്മലിഖിതങ്ങളും നീ വരുമ്പോൾ കൊണ്ടുവരിക. ഈ ഒരു അഭേദ്യമായ ബന്ധമാണ് പൗലോസിന്റെ ശുശ്രൂഷകളെ അടുത്ത ഒരു ബാറ്റൺ കൈമാറി പിടിക്കുവാൻ വേണ്ടി തിമോത്തിയോസിലേക്ക് ഇത് വരുന്നതായിട്ട് നമുക്ക് ഈ ഭാഗങ്ങൾ വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ചരിത്രപരമായിട്ട് ഈ തിമോത്തിയോസിൻ ലേഖനങ്ങളും തീത്തോസിൻ ലേഖനവും വളരെ പ്രാധാന്യം അർഹിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാൻ, ചരിത്രപരമായിട്ട്. കാരണം പൗലോസിന്റെ ലേഖനങ്ങളിൽ അല്ലെങ്കിൽ പൗലോസിന്റെ മിഷണറി യാത്രകളിൽ തൻ്റെ സന്തത സഹചാരിയും അപ്പോൾ തന്നെ സ്വന്തം മകനെ പോലെ സ്നേഹിച്ച തിമോത്തിയോസിന് താൻ ഏത് സമയത്താണ് ഈ ഡ്യൂട്ടി, ഈ അസൈൻമെന്റ് കൈമാറുന്നത്, തൻ്റെ ശാരീരികമായിട്ടുള്ള പ്രതിബദ്ധത എന്താണ് അല്ലെങ്കിൽ ബുദ്ധിമുട്ട് എന്താണ്, ഇതൊക്കെ നടക്കുന്ന കാലഘട്ടങ്ങളെ സൂചിപ്പിക്കുന്നതാണ് തിമോത്തിയോസിൻ ലേഖനങ്ങൾ. അതുകൊണ്ട് ചരിത്രപരമായ കാരണത്താൽ 1 തിമോത്തിയോസ്, 2 തിമോത്തിയോസ്, തീത്തോസിൻ ലേഖനങ്ങളും നമ്മൾ പഠിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഇനി അടുത്തത് ലിറ്റററി റീസൺ. ഞാനൊരു പുതിയ കാരണം കൂടെ ഞാൻ പറയുകയാണ്. ലിറ്റററി റീസൺ ഇല്ലെങ്കിൽ നമുക്ക് ഒരു എഴുത്തിന്റെ സ്റ്റൈല് വ്യത്യാസമുള്ള ഒരു പ്രയോഗങ്ങൾ ഈ 1 തിമോത്തിയോസിലും 2 തിമോത്തിയോസിലും തീത്തോസിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഒരു ശുശ്രൂഷകരെ സംബന്ധിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ട പ്രയോഗങ്ങൾ, വാക്കുകൾ, അത് വ്യക്തമായിട്ട് നമുക്ക് ഇതിനകത്ത് കാണുന്നുണ്ട്. ചില വാക്കുകൾ പ്രത്യേകിച്ചും ആ ഭാഗങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ ഗ്രീക്ക് വാക്കുകൾ നമ്മൾക്ക് കുറച്ചും കൂടെ ശ്രദ്ധ ചെലുത്തേണ്ട വരും. അപ്പോൾ ആ ഭാഗം ഇല്ലെങ്കിൽ ഈ പ്രത്യേകമായിട്ടുള്ള പദങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന ലേഖനങ്ങളാണ് 1 തിമോത്തിയോസും 2 തിമോത്തിയോസും തീത്തോസും. അതുകൊണ്ട് തന്നെ ആ പദങ്ങൾ നമുക്ക് ശുശ്രൂഷകളിൽ നമുക്ക് വളരെ അത്യാവശ്യമായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട പദങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ ലേഖനങ്ങൾ പ്രാധാന്യമർഹി നമ്മൾ പഠിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ 1 ചരിത്രപരമായ കാരണത്താൽ ഈ ലേഖനം പഠിക്കണം. 2 ലിറ്റററി റീസൺ, ഇതിന്റെ വ്യാഖ്യാനങ്ങൾ, വാക്കുകളുടെ വ്യാഖ്യാനങ്ങളുമൊക്കെ നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ലേഖനങ്ങൾ പഠിക്കണം. 3-മത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എക്ലീഷിയോളജിക്കൽ റീസൺ, സഭാപരമായിട്ടുള്ള കാരണങ്ങളാൽ ഈ അധ്യായങ്ങൾ തീർച്ചയായിട്ടും പഠിക്കണം. ഞാൻ വിശ്വസിക്കുന്നത് നമ്മളൊക്കെ ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നത് വെറുതെ ഒരു വേദപുസ്തക പഠനം, ഒരു നിരീശ്വരവാദി പഠിക്കുന്ന ലാഘവത്തോടു കൂടെ അല്ല നമ്മൾ പഠിക്കുന്നത്. എനിക്ക് തീർച്ചയായിട്ടും അറിയാം. എല്ലാവരും 1 നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ, 2 നമ്മുടെ ശുശ്രൂഷകളിൽ ഇത് അവലംബിക്കുവാൻ, 3 അടുത്ത ഒരു ഇല്ലെങ്കിൽ ശുശ്രൂഷകളിൽ ഇതൊരു പ്രൊഫഷനായിട്ട്, അത് പറയുന്നതിന് തെറ്റില്ല, പ്രത്യേകിച്ചും ഒരു പാസ്റ്ററായിട്ടോ ഒരു ചർച്ചിന്റെ ഡീക്കണായിട്ടോ സുവിശേഷകനായിട്ടോ ഒക്കെ ഒരു സ്ഥാനത്തിലേക്കോ കർത്താവ് ഏൽപ്പിക്കുന്ന ഒരു ശുശ്രൂഷയിലേക്കോ വരികയാണെന്നുണ്ടെങ്കിൽ ആ ശുശ്രൂഷ തലങ്ങളിൽ നാം എങ്ങനെയായിരിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഈ ലേഖനങ്ങൾ നമ്മൾ പഠിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ
നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കത്തുള്ളൂ. പൗലോസിന്റെ തിമോത്തിയോസിനോ വ്യക്തിപരമായിട്ടുള്ള ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ തന്നെ ഹൗ ടു ബി എ ഗുഡ് മിനിസ്റ്റർ ഇൻ എ ചർച്ച്, ഒരു സഭയിലെ എങ്ങനെ ഒരു നല്ല ശുശ്രൂഷകനായിരിക്കാം, എങ്ങനെ ഒരു നേതൃത്വ പാഠവും ഉണ്ടായിരിക്കണം, ദൈവികമായ ഒരു ശുശ്രൂഷകൾ എങ്ങനെ പക്വതയോടുകൂടെ ചെയ്യണമെന്ന് ഈ ലേഖനങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എക്ലീഷിയോളജിക്കലി സഭാപരമായ കാരണത്താൽ നമ്മൾ ഈ ലേഖനങ്ങൾ പഠിക്കണം. നാലാമത്തെ റീസൺ, നാലാമത്തെ കാരണം തിയോളജിക്കൽ, ദൈവശാസ്ത്രപരമായ കാരണം. ഇതിൽ അടങ്ങിയിരിക്കുന്ന ദൈവശാസ്ത്രം, ഇതിലടങ്ങിയിരിക്കുന്ന ത്രിയേകം, ഇതിലടങ്ങിയിരിക്കുന്ന ക്രിസ്തുശാസ്ത്രം, ഇതിലടങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ ശുശ്രൂഷ കാര്യങ്ങളിൽ നമ്മൾ എങ്ങനെയായിരിക്കണം, ഒരു നമുക്ക് എന്താ പറയുക, നമ്മുടെ രക്ഷ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, ഇതെല്ലാം കോർത്തിണക്കിക്കൊണ്ട് പൗലോസ് വളരെ ആധികാരികമായിട്ട് ഒരു പേഴ്സണൽ ലെറ്റർ കൈമാറുകയാണ് തീമോത്തിയോസിനും തീത്തോസിനും. അതുകൊണ്ട് തന്നെ ഈ ലേഖനങ്ങൾ നമ്മൾ പഠിക്കണം. അങ്ങനെ 4 കാരണങ്ങളാണ് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 1, ചരിത്രപരമായ കാരണത്താൽ. 2, വ്യാഖ്യാനത്തിന്റെ കാരണത്താൽ. 3, സഭാപരമായ കാരണത്താൽ. 4, ദൈവശാസ്ത്രപരമായ കാരണങ്ങളാൽ. അതുകൊണ്ട് തന്നെ ഈ ലേഖനങ്ങൾ വളരെ പ്രധാനമായിട്ട് നമ്മൾ കൈകാര്യം ചെയ്തതിൽ ശ്രദ്ധ ചെലുത്തണം എന്ന് ഞാൻ വിശേഷാൽ ഒരു ശുശ്രൂഷക വൃന്ദത്തിൽ നിൽക്കുന്ന ദൈവദാസന്മാർ ഇതില് ശ്രദ്ധിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നെ സംബന്ധിച്ച് ഞാനൊരു കാര്യം മനസ്സിലാക്കിയത്, എൻ്റെ ഒരു ചെറിയ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കിയത്, ഈ തിമോത്തിയോസിൻ ലേഖനത്തിലും തീത്തോസിൻ ലേഖനത്തിലുമൊക്കെ കൂടുതൽ പ്രസംഗങ്ങൾ പ്രസംഗിക്കുന്ന പതിവ് കുറവാണ്. കാരണം ജനത്തെ ഇളക്കുന്ന, ഇക്കിളിപ്പെടുത്തുന്ന അങ്ങനെയുള്ള മെസ്സേജുകളൊന്നും ഇതിനകത്ത് നമുക്ക് കൂടുതൽ കാണത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഈ തിമോത്തിയോസും തീത്തോസും ലേഖനങ്ങള് സാധാരണ എന്നാ പറയുന്നത്, ശുശ്രൂഷകന്മാരുടെ സമ്മേളനങ്ങളിലും ലീഡേഴ്സ് മീറ്റിങ്ങിലുമൊക്കെയാണ് ഇതിനെ കൂടുതൽ നമ്മൾ വിശകലനം ചെയ്ത് പഠിക്കാറുള്ളത്. പക്ഷെ അത് വളരെ തെറ്റായിട്ടുള്ള സമീപനമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പ്രത്യേക പഠനം ഏറ്റവും അത്യാവശ്യമാണെന്ന് ഞാൻ പ്രാരംഭത്തിൽ തന്നെ ഓർപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് ആദ്യം ഞാൻ എടുക്കാൻ പോകുന്നത് തിമോത്തിയോസിൻ ലേഖനമാണ്. തിമോത്തിയോസിൻ ലേഖനത്തിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം. ഞാൻ ആദ്യമേ ഒരു കാര്യം പറയുന്നത്, ഞാൻ പ്രിസൺ എപ്പിസോഡ്സ് എടുത്ത ഒരു ആളെന്ന നിലയ്ക്കും അതില് ഒരു സ്റ്റുഡൻസിന്റെ ഒരു സമീപനം എന്തായിരുന്നു എന്ന് എനിക്ക് ഒരു പരീക്ഷാ പേപ്പറിൽ മനസ്സിലായി. ഞാൻ ഒത്തിരി വിശകലനം ചെയ്താണ് ഞാൻ അതെല്ലാം എടുത്തത്. പക്ഷെ അത്രയും ഒരു ക്ലാസിന്റെ ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഒരു കർത്തവ്യമുണ്ട്, അത് നിറവേറ്റുക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. തിമോത്തിയോസിൻ ലേഖനം AD 64 തിമോത്തിയോസിൻ ലേഖനം അപ്പോസ്തലനായ പൗലോസ് എഴുതിയത്. അപ്പോസ്തലനായ പൗലോസിന്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ശുശ്രൂഷ സമയങ്ങളിലാണ് ഈ ലേഖനങ്ങൾ എഴുതുന്നത്. ഞാനൊരു ക്രോണോളജിക്കൽ ഓർഡർ ഒന്നും കൂടെ ഞാൻ പറയാം. ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ പഠിപ്പിക്കുന്നതും എനിക്ക് വ്യക്തിപരവും ബിബ്ലിക്കൽ റീസണും കൊണ്ട് അത് ക്രോണോളജിക്കലായിട്ട് ഞാൻ ഒന്നും കൂടെ പറയാം. പൗലോസിന്റെ 1ാമത്തെ മിഷണറി യാത്രയിൽ എഴുതിയ ലേഖനമാണ് ഗലാത്യ ലേഖനം. എടുക്കേണ്ടവർക്ക് എഴുതിയെടുക്കാം. 1ാമത്തെ മിഷണറി യാത്രയിൽ എഴുതിയ ലേഖനമാണ് ഗലാത്യ ലേഖനം. 2ാമത്തെ മിഷണറി യാത്രയിൽ എഴുതിയ ലേഖനങ്ങളാണ് 1 തെസലോനിക്കർ, 2 തെസലോനിക്കർ. 3ാമത്തെ മിഷണറി യാത്രയിൽ എഴുതിയ ലേഖനങ്ങളാണ് 1 കൊരിന്ത്യർ, 2 കൊരിന്ത്യർ, റോമർക്ക് എഴുതിയ ലേഖനം. നാലാമത് ഞാൻ ഈ പറഞ്ഞ പോലെ വീട്ടുതടങ്കലിൽ പാർക്കുമ്പോൾ എഴുതിയ ലേഖനങ്ങളാണ്
എഫിയസ് ലേഖനം, ഫിലിപ്പിയ ലേഖനം, കൊലോസ്യ ലേഖനം, ഫിലേമോന്റെ ലേഖനം. അപ്പോൾ എപ്പോഴാണ് ഈ തിമോത്തിയോസ് ലേഖനം എഴുതിയത്? ഇത് ഏറ്റവും തൻ്റെ മരിക്കുന്നതിൻ്റെ ആ ശുശ്രൂഷയുടെ ഏറ്റവും ഫൈനൽ സ്റ്റേജിലാണ് അപ്പോസ്തലനായ പൗലോസ് പേഴ്സണൽ ലെറ്റർ എന്ന രീതിക്ക്, ഈ അല്ലെങ്കിൽ വ്യക്തിപരമായ ലെറ്ററായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട 1 തിമോത്തിയോസ്, 2 തിമോത്തിയോസ്, തീത്തോസ് ഈ ലേഖനങ്ങൾ എഴുതിയത്. അപ്പം ഇവിടെ 1-ാം വാക്യത്തില്, അതിനു മുമ്പ് ഞാൻ ഒരു ചെറിയ പശ്ചാത്തലം കൂടെ പറഞ്ഞിട്ട്, അപ്പോസ്തലനായ പൗലോസ് ഏറെക്കുറെ എഫെസോസ് പട്ടണത്തിൽ 3 വർഷം ഉണ്ടായിരുന്നു. ആ സമയത്തായിരിക്കാം അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിലാണ് നമുക്ക് കാണുന്നത്, ആ സമയത്തായിരിക്കാം പൗലോസ് മോസ്റ്റ് പ്രോബബ്ലി എഫെസോസ് സഭ, അപ്പോൾ തന്നെ കൊലോസ്യ സഭ, ഇതൊക്കെ രൂപീകരണത്തിന് അല്ലെങ്കിൽ എഫെസോസ് പട്ടണമൊക്കെ ഒരു സുവിശേഷീകരണത്തിന്റെ ശബ്ദം കേട്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായം 33-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ 30 തൊട്ടുള്ള വാക്യങ്ങൾ, അങ്ങനെ അവർ വിടവാങ്ങി അന്ത്യോക്യയിൽ ചെന്ന് ജനസമൂഹത്തെ കൂട്ടി വരുത്തി ലേഖനം കൊടുത്തു. അവർ ഈ ആശ്വാസവചനം വായിച്ച് സന്തോഷിച്ചു. യൂദയും ശീലാസും പ്രവാചകന്മാർ ആകൊണ്ട് പല വചനങ്ങളാലും സഹോദരന്മാരെ പ്രബോധിപ്പിച്ചുറപ്പിച്ചു. കുറെ നാൾ താമസിച്ച ശേഷം സഹോദരന്മാർ അവരെ അയച്ചവരുടെ അടുക്കലേക്ക് സമാധാനത്തോടെ പറഞ്ഞയച്ചു. എന്നാൽ പൗലോസും ബർന്നബാസും അന്ത്യോക്യയിൽ പാർത്ത് മറ്റു പലരോടും കൂടെ കർത്താവിന്റെ വചനം ഉപദേശിച്ചു. അപ്പോൾ ഈ സമയത്തായിരിക്കാം അപ്പോസ്തലനായ തിമോത്തിയോസിന്റെ ഒരു ട്രാൻസ്ഫർമേഷൻ നടന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. 15-ാം അധ്യായത്തിൽ കാരണം 1 തിമോത്തിയോസ് 1-ാം അധ്യായം 2-ാം വാക്യത്തില് അവിടെ കാണുന്നത് നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെയും നമ്മുടെ പ്രത്യാശയായ ക്രിസ്തുവിന്റെയും കൽപ്പന പ്രകാരം യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തലനായ പൗലോസ് വിശ്വാസത്താൽ നിജപുത്രനായ തിമോത്തിയോസ് എഴുതുന്നത്, പിതാവായ ദൈവത്തിൽ നമുക്ക് സമാധാനം ക്രിസ്തുവേശുവിൽ ഉണ്ടാകട്ടെ, നിനക്ക് കൃപയും കനിവും സമാധാനം ഉണ്ടാകട്ടെ. താഴെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 5-ാം വാക്യമാണ്, സോറി അതിന്റെ 3-ാം വാക്യം, അന്യത ഉപദേശിക്കരുത്, വിശ്വാസം ദൈവവസ്തുക്കല്ല, തർക്ക സോറി അതിന്റെ 2 തിമോത്തിയോസ് ആണ്. 2 തിമോത്തിയോസ് 1-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം മുതൽ, എന്റെ പ്രാർത്ഥനയിൽ രാവും പകലും ഇടപെടാതെ നിന്നെ സ്മരിച്ചും നിന്റെ കണ്ണുനീർ ഓർത്തും നിന്നെ കണ്ട് സന്തോഷപൂർണ്ണനാകുവാൻ വാഞ്ചിച്ചും കൊണ്ട് ഞാൻ പൂർവന്മാരുടെ ദൃഷ്ടാന്തമനുസരിച്ച് നിർമ്മല മനസാക്ഷിയോടെ ആരാധിക്കുന്ന ദൈവത്തിന് നിമിത്തം നിർവ്യാജ വിശ്വാസത്തിന്റെ ഓർമ്മ നിമിത്തം സ്തോത്രം ചെയ്യുന്നു. ആ വിശ്വാസം ആദ്യം നിന്റെ വലിയമ്മ ലോബീസിലും അമ്മ യുനീക്കയിലും ഉണ്ടായിരുന്നു, നിന്നിലും ഉണ്ടെന്ന് ഉറപ്പിച്ചു. യുനീക്ക ആരാണ്? യുനീക്ക എന്ന് പറയുന്നത് ഒരു യവനായ പേരാണ്, ഗ്രീക്ക് നെയിമാണ്. അപ്പോൾ ഗ്രീക്ക് നെയിം എന്ന് പറയാൻ കാരണം ഈ വല്യമ്മ തിമോത്തിയോസ് അവന്റെ വല്യമ്മയോട്
പൗലോസിനുമുള്ള വലിയ സ്നേഹം ശ്രദ്ധിക്കുക. അവിടെ 3ഉം 5ഉം, കാരണം പൗലോസ് കണക്ട് ചെയ്യുന്നത് നിന്റെ വല്യമ്മ ലോവിസ്, അമ്മ യുനീക്ക. ശരിക്കും പൗലോസിന്റെ അപ്പൻ ഒരു യവനായനാണ്. ആ അമ്മ വല്യമ്മ ലോവിസ് ഒരു യഹൂദയാണ്. യഹൂദയായ ആ അമ്മ തന്റെ മകള് യവനായ പുരുഷന് വിവാഹം ചെയ്തു കൊടുക്കുകയും അങ്ങനെ ആണ് തിമോത്തിയോസ് നമുക്ക് ഒരു പാർഷ്യൽ യവനായനായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് രണ്ടുപേരുടെയും പേര് ഇവിടെ കാണുന്നത്, വല്യമ്മ ലോവിസ്, അമ്മ യുനീക്ക. പക്ഷേ പൗലോസിന്റെ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ വിശ്വാസം, നിർവ്യാജ വിശ്വാസം എന്നാണ് തിമോത്തിയോസിനെ പറ്റി പറയുന്നത്. നിന്റെ നിർവ്യാജ വിശ്വാസം അത് നിന്റെ വല്യമ്മ ലോവിസിൽ, അപ്പോൾ ന്യായപ്രമാണത്തിൽ ശുഷ്കാന്തിയോടുകൂടെ നിന്ന ഒരു യഹൂദ സ്ത്രീ, പക്ഷെങ്കിൽ ഈവൻ ദോ തന്റെ മകളെ ഒരു യവനായ പുരുഷന് വിവാഹം കഴിച്ചിരുന്നാലും ആ വിശ്വാസം കൈവിടാതെ സൂക്ഷിക്കുന്നതിൽ ആ തലമുറ കാണിച്ചത് നമുക്കേറെ മാതൃകയാണ്. അപ്പോസ്തലനായ തിമോത്തിയോസ് അതിനൊരു വാക്താവ് കൂടെയാണ് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ഇനി നമുക്ക് 1 തിമോത്തിയോസിലേക്ക് മടങ്ങി വരാം. 1 തിമോത്തിയോസില് അപ്പോസ്തലനായ പൗലോസിന്റെ ലിറ്റററി സ്റ്റൈൽ അവിടെ നമ്മൾ നോക്കി. നമ്മുടെ രക്ഷിതാവായ ദൈവം, നമ്മുടെ പ്രത്യാശയായ ക്രിസ്തുവിന്റെ കൽപ്പന പ്രകാരം യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായ പൗലോസ് വിശ്വാസത്തിന് നിജപുത്രനായ തിമോത്തിയോസിന് എഴുതുന്നത്, പിതാവായ ദൈവത്തിൽ നമ്മുടെ കർത്താവായ യേശു നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. അവിടെ ദൈവത്തിന്റെ 3 ആളത്വങ്ങളിൽ 2 ആളത്വത്വത്തെയാണ് അവിടെ പരാമർശിച്ചിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ പറ്റി അവിടെ പരാമർശിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നില്ല. 1 ആളത്വത്വമായ പിതാവായ ദൈവം, 2 യേശു ക്രിസ്തു. പൗലോസിന്റെ ഒരു വ്യത്യസ്തമായ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നമുക്ക് ഈ വേദഭാഗത്തിൽ കാണുന്നത്. അടുത്തത് ഒരു ക്വാളിറ്റി, ഒരു ദൈവദാസന്റെ ക്വാളിറ്റി എന്തായിരിക്കണമെന്ന് 3-ാം വാക്യത്തിൽ പറയുകയാണ്, അന്യത ഉപദേശിക്കരുത് എന്നും വിശ്വാസം എന്ന ദൈവവ്യവസ്ഥയ്ക്കല്ല തർക്കങ്ങൾക്ക് മാത്രം ഉതകുന്ന കെട്ടുകഥകളെയും അന്ധമില്ലാത്ത വംശാവലികളെയും ശ്രദ്ധിക്കരുതെന്നും ചിലരോട് ആജ്ഞാപിക്കേണ്ടതിന് നീ എഫെസോസിൽ താമസിക്കണം. ഇവിടെയാണ് നമുക്ക് പൗലോസ് നമ്മൾ വായിച്ച 3 വർഷം എഫെസോസിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ച സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ഒരു അപ്പോസ്തലൻ എന്ന നിലയ്ക്ക് എഫെസോസ് സഭയുടെ ഒരു കൈമാറ്റം, ഇല്ലെങ്കിൽ ഒരു എന്നാ പറയുന്നത്, ഒരു അസൈൻമെന്റ് തിമോത്തിയോസിന് കൊടുക്കുന്ന ഒരു ഭാഗമാണ് ഇവിടെ കാണുന്നത്. നമ്മൾ ആ വേദഭാഗത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എഫെസോസിൽ നീ താമസിക്കണം. എഫെസോസുകാർക്ക് നിന്നെ കൊണ്ട് പ്രയോജനമുണ്ട്. തീത്തോസിന്റെ കാര്യത്തിൽ അങ്ങനെയല്ലല്ലോ. തീത്തോസിന്റെ കാര്യത്തിൽ ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വമാണ് തീത്തോസിനെ ഏൽപ്പിച്ചത്, സഭയുടെ ധാർമ്മികമായ ഉത്തരവാദിത്വം. പക്ഷെങ്കിൽ ഇവിടെ അതിനേക്കാൾ ഒരു പ്രത്യേക ഉത്തരവാദിത്വമാണ് തീത്തോസിന് കൊടുക്കുന്നത്. അവിടെ ഉപദേശപരമായ ഡോക്ട്രിനൽ വിഷയങ്ങളിൽ നീ ഇടപെടണം. അന്യത ഉപദേശിക്കരുതെന്നും വിശ്വാസം എന്ന ദൈവവ്യവസ്ഥയ്ക്കല്ല തർക്കങ്ങൾക്ക് മാത്രം ഉതകുന്ന കെട്ടുകഥകളെയും അന്തമില്ലാത്ത വംശാവലികളെയും ശ്രദ്ധിക്കരുതെന്നും ചിലരോട് ആജ്ഞാപിക്കേണ്ടതിന് എഫെസോസിൽ താമസിക്കണമെന്നും ഞാൻ മക്കെദോന്യയ്ക്ക് പോകുമ്പോൾ അപേക്ഷിച്ചതുപോലെ ഇപ്പോഴും ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഒരു ഉത്തരവാദിത്വം ഇവിടെ അപ്പോൾ തന്നെ ഇത് 5-ാം വാക്യത്തിൽ പറയുകയാണ്, ആജ്ഞയുടെ ഉപദേശമോ ശുദ്ധഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ സ്നേഹം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം തന്നെ. ചിലർ ഇവ വിട്ടുമാറി വൃഥാവാദത്തിലേക്ക് തിരിഞ്ഞ് ധർമ്മോപദേഷ്ടാക്കളായിരിക്കാൻ ഇച്ഛിക്കുന്നു. തങ്ങൾ പറയുന്നത് ഇന്നതെന്ന് സ്ഥാപിക്കുന്നത് ഇന്നതെന്നും ഗ്രഹിക്കുന്നില്ല താനും. ഞാൻ ഇന്നത്തെ കാലഘട്ടത്തിലേക്കൊന്ന് നിങ്ങളെ കൊണ്ടുപോവുകയാണ്. ഇന്നത്തെ കാലഘട്ടം നമ്മളെല്ലാവരും സൂം യൂസ് ചെയ്യുന്നവരാണ്.
ക്ലബ് ഹൗസ് യൂസ് ചെയ്യുന്നവരാണ്, ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നവരാണ്. ഇന്ന് നമുക്ക് ഈ ഒരു വാക്യം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ജീവിതത്തിൽ ഇന്ന് നടക്കുന്നത് വളരെയധികം തങ്ങളുടെ വാദം ശരിയാകുവാൻ വേണ്ടി വേദപുസ്തകത്തെ വ്യാഖ്യാനത്തെ പോലും വികലമായി ചിത്രീകരിച്ചുകൊണ്ട് നമ്മൾ ഒരാളെ കാണുമ്പം, ഉദാഹരണത്തിന് നമ്മൾ അറിയാവുന്ന ദേവദാസനായിക്കോട്ടെ, അദ്ദേഹം പറയുന്നത് ഏറ്റവും ശരിയാണെന്ന് പറയുന്ന ഒരു കൂട്ടർ അദ്ദേഹത്തിന്റെ കൂടെ പോകും. രണ്ടാമത് വേറൊരു നല്ല ബൗദ്ധിക മണ്ഡലത്തിൽ ചിന്തിക്കുന്ന ഒരാൾ, വേദപുസ്തകം വ്യാഖ്യാനം ചെയ്യുന്ന ഒരാൾ, അദ്ദേഹം നല്ലതാണെന്ന് ചിന്തിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ നോക്കിയോ, അങ്ങനെ ഒരു ട്രെൻഡിലേക്ക് നമ്മുടെ സഭകളെല്ലാം തന്നെ മാറി. ഞാൻ വിശേഷാൽ സുവിശേഷ വേല ചെയ്യുന്ന ദൈവദാസന്മാരോട് ഞാനൊരു കാര്യം, പാസ്റ്ററൽ മിനിസ്ട്രി ചെയ്യുന്ന ദൈവദാസന്മാരുടെ കാര്യം ചോദിക്കട്ടെ. നിങ്ങളുടെ വിശ്വാസികൾ, ഇല്ലെങ്കിൽ ഞാൻ സ്റ്റുഡൻസ് എല്ലാവരും ഉണ്ടല്ലോ, നമ്മൾ വേദപുസ്തകത്തിലാണോ നമ്മളുടെ ആശ്രയമുള്ളത്, അതോ ആരെങ്കിലും പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രമാണോ നമ്മൾ ശ്രദ്ധിക്കുന്നത്, അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്നത് അവസാനത്തെ വാക്കായിട്ട് നമ്മൾ കരുതുകയാണോ? ഇവിടെ അത് തന്നെയാണ് ആ സമയത്തുണ്ടായിരുന്ന ദൈവസഭയുടെ ഏറ്റവും വലിയ ഒരു വെല്ലുവിളി. ചിലരൊക്കെ തർക്കങ്ങളിലും വാദങ്ങളിലും മാത്രം പറഞ്ഞുകൊണ്ട് അവരുടെ വാദം ശരിയാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ, ഇതാ പൗലോസ് ഈ വിവരം അറിഞ്ഞുകൊണ്ട് തിമോത്തിയോസിനെ ഒരു പുതിയ നിയോഗമേൽപ്പിക്കുകയാണ്. അവിടെ നീ ഉപദേശം പഠിപ്പിക്കണം. എന്താണ് സഭയിൽ പഠിപ്പിക്കേണ്ടത്? ഒന്നാമത് ദൈവത്തിന്റെ ഉപദേശമാണ് പഠിപ്പിക്കുന്നതെന്ന് പറയുകയാണ്. ഇച്ഛിക്കുന്നത് സ്ഥാപിക്കുന്നു. കേട്ടോ, തങ്ങൾ പറയുന്നത് ഇന്നതെന്ന് സ്ഥാപിക്കുന്നത് ഇന്നതെന്നും ഗ്രഹിക്കുന്നില്ല. അവർ പറയുന്നത് ശരിയാണോ തെറ്റാണെന്ന് പോലും തോന്നുന്നില്ല. എങ്കിൽ അവർക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ അവർ സ്ഥാപിച്ചെടുക്കുകയാണ്. നമ്മൾ ഇന്നത്തെ കാലത്ത് ഈ ഒരു അവസ്ഥയിൽ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം തന്നെ നിൽക്കുന്നത് ഈ ഒരു ബൗദ്ധിക മണ്ഡലത്തിൽ, എന്നാ പറയുന്നേ, വളരെ വെല്ലുവിളിയുടെ നടുവിലാണ് നമ്മൾ നിൽക്കുന്നത്. ഞാൻ ഈ പഠിപ്പിക്കുന്ന, ഇല്ല എൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന ഈ 10-15 സ്റ്റുഡൻസ് ആരെങ്കിലും ആയിക്കോട്ടെ, ഞാൻ നിങ്ങളോട് തന്നെ ചോദിക്കുകയാണ്, നമ്മൾ വേദപുസ്തകം പഠിക്കുന്നത് അത് ഒരു ക്രമാതീതമായിട്ടുള്ള പഠനമാണോ നമ്മൾ ചെയ്യുന്നത്? ഒരു പ്രസംഗം കേൾക്കുമ്പോൾ 2 ഹല്ലേലൂയായും സ്തോത്രം പറയുന്നതൊക്കെ കുഴപ്പമൊന്നുമില്ല. പക്ഷെങ്കിൽ അത് ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾ വിശകലനം ചെയ്യുന്നുണ്ടോ? അത് ഞാൻ എപ്പോഴും മിക്കവാറും പറയാനുള്ളത് പോലെ, ബെറോവയിലെ വിശ്വാസികൾക്ക് ഒരു ലേഖനത്തിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല. കാരണം ബെറോവയിൽ പൗലോസ് ശുശ്രൂഷിച്ചു. പക്ഷേ ബെറോവയിലെ വിശ്വാസികൾക്ക് ഒരു ലേഖനം എഴുതുന്നതായിട്ട് നമുക്ക് കാണുന്നില്ല. കാരണം അവരുടെ സ്വഭാവം എന്താണ്? അവരങ്ങനെ തന്നെയോ എന്ന് പരിശോധിച്ചു എന്ന് നമുക്ക് വേദപുസ്തകത്തിൽ നമുക്ക് കാണുന്നുണ്ട്. ഇതാണ് ദൈവം ആഗ്രഹിക്കുന്ന വചനത്തോടുള്ള സമീപനം. പക്ഷെങ്കിൽ അതിൽ നിന്ന് ദൈവജനം വ്യതിചലിച്ചു പോയപ്പോൾ ഒന്നാമത്തെ ഡ്യൂട്ടി തിമോത്തിയോസിനെ ഏൽപ്പിക്കുകയാണ്. ഇന്ന് വചനത്തില് തർക്കങ്ങളും വാദങ്ങളും നിലനിൽക്കുമ്പോൾ അതിൽ നിന്ന് മാറി ദൈവജനത്തെ ഉപദേശത്തിൽ ഉറപ്പിക്കുവാനുള്ള ഒരു നിയോഗമാണ് തിമോത്തിയോസിന് ആദ്യം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാസ്റ്ററൽ മിനിസ്ട്രിയിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരു വേദപുസ്തക പഠിതാവ് എന്ന നിലയ്ക്ക് നമ്മളുടെ ഒന്നാമത്തെ ഡ്യൂട്ടി ആയിരിക്കട്ടെ, ഉപദേശ സത്യങ്ങൾ സത്യമായിട്ട് പഠിക്കുകയും അത് ഗ്രഹിക്കുകയും അങ്ങനെ തന്നെ ഒന്ന് പരിശോധിച്ചിട്ട് ശരിയായിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ ഒരു നിയോഗം മനസ്സിലാക്കണമെന്നാണ് ഈ ഭാഗത്തിൽ കൂടെ നമ്മളെ അല്ലെങ്കിൽ പൗലോസ് പഠിപ്പിക്കുന്നത്. അധർമ്മികൾ, അഭക്തർ, അനുസരണം കെട്ടവർ, പാപികൾ, അശുദ്ധർ, ബാഹ്യന്മാർ, പിതൃഹന്താക്കൾ, മാതൃഹന്താക്കൾ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, പുരുഷ മൈഥുനക്കാർ, ഇങ്ങനെ കുറെ എടുത്തിട്ട് പറയുകയാണ്. കള്ളസത്യം എന്നീ വകക്കാർക്കും പത്യോപദേശത്തിന് വിപരീതമായ മറ്റ് ഏതിനും അത്ര വെച്ചിരിക്കുന്നത് എന്ന് ഗ്രഹിച്ചുകൊണ്ട് അതിനെ ന്യായോചിതമായി ഉപയോഗിച്ചാൽ ന്യായപ്രമാണം നല്ലത് തന്നെ എന്ന് പറയുന്നു. ഈ പരിജ്ഞാനം എങ്കൽ ഭരിമേൽപ്പിക്കുന്നതിനായി ധന്യനായ ദൈവത്തിന് മഹത്വമുള്ള സുവിശേഷത്തിനും അനുസാരമായ തന്നെ എനിക്ക് ശക്തി നൽകിയ ക്രിസ്തുയേശുവിന് എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തനെന്ന് എന്നെ ശുശ്രൂഷയിലാക്കിയത് കൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. മുൻപേ ഇത്രയെല്ലാം പൗലോസിന്റെ 1 മുതൽ 16-17 വരെയുള്ള വാക്യങ്ങളിൽ
പൗലോസ് തന്റെ സാക്ഷികളുമൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ്, മകനെ തിമോത്തിയോസെ, നിന്നെ കുറിച്ച് മുമ്പുണ്ടായ പ്രവചനങ്ങൾക്കൊത്തവണ്ണം ഞാൻ ഈ ആജ്ഞ നിനക്കേൽപ്പിക്കുന്നു. ഇവിടെയാണ് തിമോത്തിയോസിനോട് കൺക്ലൂഷൻ ആയിട്ട് പറയുന്നത്. നീ വിശ്വാസവും നല്ല മനസാക്ഷിയും ഉള്ളവനായി അവയെ അനുസരിച്ച് നല്ല സേവ ചെയ്യുക. ചിലർ മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി. മീനോസും അലക്സന്തരും ഈ കൂട്ടത്തിൽ ഉള്ളവരാകുന്നു. അവർ ദൂഷണം പറയാതിരിക്കാൻ പഠിക്കേണ്ടതിന് ഞാൻ അവരെ സാത്താനെ ഏൽപ്പിച്ചിരിക്കുന്നു. അത് നമുക്ക് സാത്താനെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ഭാഗം നമുക്ക് അതിന്റെ വ്യാഖ്യാനം എന്താണെന്ന് ഞാൻ ഒന്നും കൂടെ നമുക്ക് ചിന്തിക്കാം. പക്ഷേ പൗലോസ് 1-ാം അധ്യായത്തിൽ തന്റെ വ്യക്തിപരമായ ഒരു ടെസ്റ്റിമണി ആരംഭിച്ച് ആ സിറ്റുവേഷനെ പൗലോസ് കവർ ചെയ്ത് സഭയുടെ ഇപ്പോഴത്തെ അന്തരീക്ഷത്തിനെ കവർ ചെയ്തുകൊണ്ട് പറഞ്ഞിട്ട് തിമോത്തിയോസിന് ഉപദേശപരമായിട്ടുള്ള, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ധാർമ്മികപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ തീത്തോസിനെ ഏൽപ്പിക്കുമ്പോൾ ഉപദേശപരമായിട്ടുള്ള കാര്യങ്ങൾ തിമോത്തിയോസിനെ ഏൽപ്പിക്കുകയാണ്. ഒരു ശുശ്രൂഷകൻ എന്ന നിലയ്ക്ക് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് വേദപുസ്തകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുക. ഞാൻ ഒരു സാധാരണ വലിയ ആഴത്തിലേക്കൊന്നും പോയില്ല, ഒരു പെരിഫറൽ രീതിക്ക് മാത്രമേ ഞാൻ പറഞ്ഞോളെന്ന് എനിക്കറിയാം. പക്ഷെങ്കിൽ ഒറ്റ കാര്യം ഇന്നത്തെ യുവാക്കളൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ വേദപുസ്തകത്തിൽ തന്നെയാണോ നമ്മളുടെ വ്യാഖ്യാനമുള്ളത് എന്നുകൂടെ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. ഇതിനകത്ത് എന്തെങ്കിലും സംശയമുണ്ടോ? ഞാൻ കാര്യമായിട്ട് ഈ 1-ാമത്തെ അധ്യായം പഠിക്കാനുള്ള വലിയ തിയോളജിക്കലായിട്ടുള്ള കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് പറഞ്ഞു പോയത്. 2-ാം അധ്യായം നമുക്ക് അടുത്ത ആഴ്ച ചിന്തിക്കാം. കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഒരു ഉപദേശത്തിന് വേണ്ടി ശക്തമായി നിലനിൽക്കുന്ന ഒരു വിദ്യാർത്ഥികളായി മാറാമെന്ന് ഞാനും പ്രതീക്ഷിക്കുന്നു. നിങ്ങളോടൊപ്പം ഞാനും പഠിക്കുന്നു. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. താങ്ക് യു.